Hello friends, welcome to my YouTube channel Glow with Paru. BSc Nursing and Paramedical കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിൻ്റെയും ഓക്സിലറി നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ച കാര്യങ്ങളും ഇനി എന്തൊക്കെയാണ് നിങ്ങളെ സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഇനിയുള്ള അലോട്ട്മെൻറ്റുകളിൽ എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് ഓരോ കാറ്റഗറിയിലും കിട്ടാൻ ചാൻസ് ഉള്ളത് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പാവാതെ എല്ലാവരും കാണണേ. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ തങ്ങളുടെ ഹോം പേജിൽ ലോഗിൻ ചെയ്ത് ടോക്കൺ ഫീ ഓൺലൈൻ മുഖേനയോ ഫീ പേയ്മെൻറ്റ് സ്ലിപ്പ് ഉപയോഗിച്ച് സെപ്റ്റംബർ 25-നകം ഒടുക്കി അലോട്ട്മെൻറ്റ് ഉറപ്പാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 25-നകം തന്നെ നിങ്ങളുടെ ടോക്കൺ ഫീ അടയ്ക്കണം. ടോക്കൺ ഫീ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. ഫീ കൊടുക്കാത്തവർക്ക് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം ഇപ്പോൾ നേടേണ്ടതില്ല. അതായത് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു കോളേജിൽ നിങ്ങൾ ഇപ്പോൾ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള ഡേറ്റ് പിന്നീട് തരുന്നതായിരിക്കും. 2025-26 ഡിപ്ലോമ ഇൻ ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ഓക്സിലറി നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള ഒന്നാംഘട്ട അലോട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. 2025-26 വർഷത്തെ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെയും കേരള മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെ ഡിപ്ലോമ ഇൻ ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിനും ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നേഴ്സിംഗ് സ്ഥാപനങ്ങളിലെ ഓക്സിലറി നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിനും അതിൻ്റെ പ്രവേശനത്തിനുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ടോക്കൺ ഫീസ് സെപ്റ്റംബർ 25-നകം അടയ്ക്കണം. അതെങ്ങനെയാണ് അടയ്ക്കുന്നതെന്ന് നോക്കാം. www.lbsn.kerala.government.in എന്ന വെബ്സൈറ്റിലാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചത്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ വെബ്സൈറ്റിൽ നിന്നും പ്രിൻ്റ് ഔട്ട് എടുത്ത ഫീ പേയ്മെൻറ്റ് സ്ലിപ്പ് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖയിൽ ഹാജരാക്കി സെപ്റ്റംബർ 25-നകം നിർദ്ദിഷ്ട ഫീസ് കൊടുക്കേണ്ടതാണ്. അപ്പം അലോട്ട്മെൻറ്റിൻ്റെ പ്രിൻ്റ് എടുക്കുക, അത് നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ശാഖയിൽ കൊണ്ടുചെന്ന് സെപ്റ്റംബർ 25-നകം തന്നെ നിങ്ങൾ ഫീസ് അടയ്ക്കാൻ മറക്കരുത്. ഇനി ഫീസ് അടച്ചവർക്ക് ഈ ഒരു കോളേജ് മതി, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് മതി എന്നുണ്ടെങ്കിൽ താഴെ കിടക്കുന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ബെറ്റർ ഓപ്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നിങ്ങൾക്കിപ്പം കിട്ടിയത് ഒരു 5ാമത്തെ ഓപ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ താഴെ കിടക്കുന്ന കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കോളേജിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മുകളിലേക്ക് റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വേണ്ടാത്ത ഓപ്ഷൻസ് റിമൂവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും ടോക്കൺ ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികളെ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിലും പരിഗണിക്കത്തില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ലഭിച്ച അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതുമായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളവർ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ട. നമുക്കറിയാം LBSൻ്റെ BSc നേഴ്സിംഗ് നമ്മൾ നോക്കുന്ന ടൈമിൽ തേർഡ് അലോട്ട്മെൻ്റ് ഒക്കെ വന്ന ടൈമിലായിരുന്നു കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ടത്. അതുപോലെ തന്നെ LBSൻ്റെ സൈറ്റിൽ അവർ വ്യക്തമാക്കും എപ്പോഴാണ് കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ടതെന്ന്. അപ്പോൾ മാത്രം പോയി എടുത്താൽ മതി, അല്ലാതെ ഇപ്പോൾ ലഭിച്ച കോളേജിൽ ചെന്ന് നേരിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ 2025 സെപ്റ്റംബർ 25 വൈകിട്ട് 4 മണി വരെ ആയിരിക്കും. അതും എല്ലാവരും ശ്രദ്ധിക്കണം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾ സെപ്റ്റംബർ 25-ന് മുന്നായിട്ട് ടോക്കൺ ഫീസും അടയ്ക്കണം. നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യേണ്ടതും സെപ്റ്റംബർ 25 വൈകിട്ട് 4 മണിക്ക് മുൻപായിട്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് SC/ST സ്റ്റുഡൻസിൻ്റെ എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് ലാസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്, എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ്. SC/ST മാത്രമല്ല, ജനറൽ കാറ്റഗറിയിലും OBC കാറ്റഗറി, മുസ്ലിം കാറ്റഗറി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് SC/ST കാറ്റഗറി ആയിരിക്കും. ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് ഓഫ് കേരള, ഈ ഒരു സൈറ്റിൽ കയറുന്ന ടൈമിൽ നമുക്ക് കാണാൻ സാധിക്കും GNM അഡ്മിഷൻ SC/ST 2024-25 ഫൈനൽ റാങ്ക് ലിസ്റ്റ്. അതിൻ്റെ ST ഗേൾസ് നമ്മൾ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് ജനറൽ നേഴ്സിംഗ് ST ഗേൾസ് 2024-25 നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് എല്ലാ ബോർഡും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതായത് VHSCയും HSC, CBSE മുതലായിട്ടുള്ള ബോർഡെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ST ഗ്രൂപ്പ് ഓഫ് ഗേൾസിൻ്റെ ലിസ്റ്റാണ്. ഇതിൽ 800 മാർക്കിൽ നമുക്ക് ഇപ്പം ചെക്ക് ചെയ്യുന്ന ടൈമിൽ VHSC ബോർഡിൽ ലാസ്റ്റ് കിട്ടിയ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുമ്പോൾ 441 ആണ്. HSC ബോർഡിൽ ലാസ്റ്റ് കിട്ടിയ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുമ്പോൾ 408 ആണ്. CBSEയിൽ 638 ആണ് 800-ൽ. VHSC കിട്ടിയിരിക്കുന്നത് 441, HSC 408 ഇൻഡെക്സ് മാർക്കും അതുപോലെ തന്നെ CBSE 638 ഇൻഡെക്സ് മാർക്കിനുമാണ്
അഡ്മിഷൻ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ST ബോയ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് GNM ST ബോയ്സ് 2024-25 നമുക്ക് ബോർഡ് HSCയും CBSEയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ HSC ബോർഡിൽ കിട്ടിയിരിക്കുന്ന കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുമ്പോൾ 477, CBSE ബോർഡിൽ കിട്ടിയിരിക്കുന്ന കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുമ്പം 536. നെക്സ്റ്റ് നമ്മൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് GNM ഫോർ SC ഗേൾസ് ആണ് 2024-25. SC ഗേൾസിൽ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുമ്പം HSC ഗ്രൂപ്പിൽ 398, VHSC 374, NIOS 416, CBSE 580 മാർക്കുള്ള കുട്ടികൾക്ക് വരെയാണ് SC ഗേൾസ് 2024-25 കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ SC ബോയ്സിൻ്റെ ആണ് ചെക്ക് ചെയ്യുന്നത്. VHSC ബോർഡിൽ 354, HSC 393, CBSE 494 ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾക്കറിയാം ജനറൽ നഴ്സിംഗിന് സയൻസ് പഠിക്കാത്ത കുട്ടികൾക്കും അപേക്ഷിക്കാൻ സാധിക്കും. ആ ഒരു ലിസ്റ്റാണ് നമ്മൾ നോക്കുന്നത്. നോൺ സയൻസ് കാറ്റഗറിയിൽ GMന് അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ ഇൻഡെക്സ് മാർക്കാണ് 1200 ടോട്ടൽ മാർക്ക്. കൊമേഴ്സ് NIOS ബോർഡിൽ ലാസ്റ്റ് കിട്ടിയ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് 494. ഹ്യൂമാനിറ്റീസ് NIOS ബോർഡിൽ 568, കൊമേഴ്സ് VHSC 600, HSC ബോർഡിൽ ഹ്യൂമാനിറ്റീസ് 616, കൊമേഴ്സ് 617 ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് 1200 ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് നോൺ സയൻസ് കാറ്റഗറിയിൽ GNMന് 2024 ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെയിം, കാറ്റഗറി, ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ റിജക്റ്റഡ് ലിസ്റ്റാണ്. എത്ര കുട്ടികളാണോ റിജക്റ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ഒരു റിജക്റ്റഡ് ലിസ്റ്റാണ്. ഇതിൻ്റെ റീസൺ ഫോർ റിജക്ഷൻ, അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ റിജക്റ്റ് ആയത് എന്നുള്ള റീസണും ഇവർ തന്നെ കൊടുക്കുന്നുണ്ട് ഈ ഒരു PDF-ൽ. ഈ ഒരു DMEയുടെ സൈറ്റിൽ കയറി കഴിയുമ്പം SC/ST സ്റ്റുഡൻസിൻ്റെ എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 2023-ലും 24-ലും 22-ലും ഒക്കെ ഉള്ള കുട്ടികളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കോട്ടയം ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഫോർ GNM കോഴ്സ് ഫോർ ദ ഇയർ 2025. അതായത് ജനറൽ മെറിറ്റിൽ ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കോട്ടയത്ത് 2024 GNM കോഴ്സിന് ലഭിച്ച കുട്ടികളുടെ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു ലിസ്റ്റാണ് നമ്മൾ ഏതൊക്കെ കുട്ടികൾക്കാണ് കിട്ടിയിരിക്കുന്നത്, എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് 2024 ജനറൽ മെറിറ്റിൽ കോട്ടയത്ത് കിട്ടിയിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ലിസ്റ്റിൽ എല്ലാ കാറ്റഗറിയും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. നായർ, അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഓർത്തഡോക്സ്, ഹിന്ദു ഈഴവ, ഹിന്ദു വിശ്വകർമ്മ എക്സെട്ര, മുസ്ലിം എല്ലാവരും ഉണ്ട്. അപ്പം ജനറൽ മെറിറ്റിൽ 1200-ൽ 1079 മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് കിട്ടിയിരിക്കുന്നത്. ജനറൽ മെറിറ്റിൽ താഴെ നമുക്ക് മെറിറ്റ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതായത് ആ ഒരു കിട്ടിയ കുട്ടികൾ ആരെങ്കിലും ചേർന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടികൾക്കായിരിക്കും മെറിറ്റ് വെയിറ്റിങ്ങിൽ കിട്ടുന്നത്, ആ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ്. നെക്സ്റ്റ് സ്പോർട്സ് ക്വാട്ടയാണ്. ഈ ഒരു സ്പോർട്സ് ക്വാട്ടയിൽ കിട്ടിയ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുമ്പം 924 ആണ്. അതുപോലെ തന്നെ ഓർഫനേജ് ക്വാട്ടയുണ്ട്, ആ ഒരു കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് 1018 ആണ്. നെക്സ്റ്റ് EWS മെറിറ്റ് ആണ്. ആ ഒരു കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുമ്പം 1063 ആണ്. ഇൻഡെക്സ് മാർക്ക് അല്ല, ടോട്ടൽ മാർക്ക് 1200-ൽ 1063 ആണ്. പിന്നെ നമുക്ക് EWSൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ETB മെറിറ്റ് ആണ്, അത് 1086 ആണ്. അതിൻ്റെയും വെയിറ്റിംഗ് ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. മുസ്ലിം കാറ്റഗറിയിൽ ലാസ്റ്റ് കിട്ടിയ കുട്ടിയുടെ മാർക്ക് എന്ന് പറയുമ്പം 1053 ആണ്. അതിൻ്റെയും വെയിറ്റിംഗ് ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ SC മെറിറ്റ് ഉണ്ട്, അത് 991 ആണ്. SC വെയിറ്റിംഗ് ലിസ്റ്റും കാണാൻ സാധിക്കും. പിന്നെ ST മെറിറ്റ് ആണ്, അത് 1005 ആണ് ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക്. ST വെയിറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ലാറ്റിൻ കത്തോലിക്, അതിൻ്റെ മെറിറ്റ് എന്ന് പറയുമ്പോൾ 980 ആണ്. അതിൻ്റെയും വെയിറ്റിംഗ് ലിസ്റ്റ് കാണുന്നുണ്ട്. OBH കാറ്റഗറിയിൽ കിട്ടിയ കുട്ടിയുടെ മാർക്ക് എന്ന് പറയുമ്പോൾ 1059 ആണ്. അതിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ധീവര DV കാറ്റഗറിയിൽ കിട്ടിയ കുട്ടിയുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുമ്പോൾ 992 ആണ്. അതിൻ്റെയും വെയിറ്റിംഗ് ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജനറൽ മെറിറ്റിൽ ഇപ്പം 2024-ൽ ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കോട്ടയത്ത് കിട്ടിയ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു ലിസ്റ്റായിരുന്നു ഇത്. അപ്പം ഇനിയുള്ള അലോട്ട്മെൻറ്റ്, അതായത് സെപ്റ്റംബർ 25-നാണല്ലോ നമ്മൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത്. ഇനിയുള്ള ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലാ കോളേജും വെക്കാൻ ശ്രമിക്കുക, മുഴുവൻ കോളേജും വെക്കണം, ഒന്നും മിസ്സാവാതെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മാർക്കും ഇപ്പം SC കാറ്റഗറി ആയിക്കോട്ടെ, ST കാറ്റഗറി ആയിട്ടോ, ജനറൽ മെറിറ്റിൽ ഈ ഒരു കാറ്റഗറീസിൽ വരുന്ന കുട്ടികൾക്കാണെങ്കിലും അവരുടെ മാർക്ക് എന്താണ് അവർക്ക് വിലയിരുത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം.
ഇതിൽ നിന്നും കുറച്ചുകൂടെ കുറഞ്ഞ മാർക്കുള്ള കുട്ടികൾക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം BSc നഴ്സിംഗ് LBSൽ അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ ആയിരിക്കും GNMും കുറച്ചുകൂടെ മാർക്ക്. ഇപ്പോൾ ഇത്ര മാർക്കല്ല, ഇപ്പം 1000 ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഈ വർഷം ഒരു 900 മാർക്കുള്ള കുട്ടിക്കും കിട്ടാൻ ചാൻസ് ഉണ്ട് ഓരോ കാറ്റഗറിയിലും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചുകൂടെ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് സാധ്യതയുണ്ട്. ഇതെല്ലാം സാധ്യതയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിൽ ചോദിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടാറ്റ ബൈ ബൈ.